രണ്ട് ദിവസമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രേണുസുതി കൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സംസാരവും കാര്യങ്ങളുമായിരുന്നു മെയിനായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇൻ്റർവ്യൂവിലുണ്ട് ഈ കിച്ചുവിനെ കുറിച്ചുള്ള കാര്യം ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട്, ആദ്യമേയൊക്കെ എൻ്റെ കൂടെ നല്ല രീതിയിലായിരുന്നു, ഞാനുണ്ട് ഇവനെ നല്ലോണം സ്നേഹിച്ചതാണ്, പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം തൊട്ടുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് സംസാരിക്കാറായി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ തനിക്കെതിരെ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്, തനിക്കെതിരെ ഒരുപാട് ശത്രുക്കളും ഉണ്ടതാണ്, അവരുടെ കൂടെ നിന്നിട്ടാണ് ഇതിനെ കൊണ്ട് ഈ കിച്ചു ചെയ്തതെന്നുള്ളൊരു കാര്യമായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കിച്ചു ഉണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന ഒരുപാട് പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ടുണ്ടെങ്കിൽ അവതാരം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേണക്ക് നിങ്ങൾ എന്തുവേണം ചെയ്യാൻ പോകുന്നതിന് ഭാവിയിൽ ബിസിനസ്സിൻ്റെ കാര്യം എന്തോന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ കിച്ചു പറയുന്നുണ്ട്, ഇതേണക്ക് എനിക്കുണ്ടെങ്കിൽ ബിസിനസ് ഉണ്ട്, അതുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണം, പിന്നെ ഉണ്ടെങ്കിൽ ആരും ഇറക്കി വിടാത്ത രീതിയിൽ എനിക്ക് സ്വന്തം പേരിൽ ഒരു വീട് വെക്കണമെന്നുള്ളതായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ രേണുവിൻ്റെ കാര്യം പറയുന്നുണ്ട്, താനുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്, വലിയ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ രേണുവിനെ കുറിച്ച് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ഇത് കണക്ക് രേണുവിനെ കുറിച്ച് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാതെ ആയപ്പോഴത്തേക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കിച്ചു ചെയ്തതാണ് ശരി, ഇങ്ങനെ വേണം സംസാരിക്കുക, അതല്ലാതെ ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരാൻ തുടങ്ങി.